രക്ഷാസേന വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷിക്കുകയാണ്. പെട്ടെന്ന് ജൂൺവു ബോധം കെട്ട് വീഴുന്നു. അയാൾ കൊടുത്ത വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തിയിരുന്നു. കുറച്ച് വെള്ളം മാത്രം കുടിച്ചതിനാൽ തലകറക്കം മാത്രമാണ് യൂബിന് അനുഭവപ്പെട്ടത്. പെട്ടെന്ന് അയാൾ യൂബിനെ ബന്ദിയാക്കി മറ്റൊരു മുറിയിൽ സോംബിയായി മാറിയ തൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷിക്കാനായി ഇട്ടുകൊടുക്കുന്നു. ആ നിമിഷം ജൂൺവു ഉണർന്ന് അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെന്നും പറയുന്നു. പക്ഷേ അത് കേൾക്കാതെ അയാൾ തൻ്റെ ഭാര്യയെ കെട്ടിയിട്ട കയർ അഴിച്ചുവിടുകയാണ്. ജൂൺവു വേഗം ആ കയറിൻ്റെ അറ്റത്ത് കയറി പിടിക്കുന്നുണ്ടെങ്കിലും അകത്ത് സോംബിയുമായി യൂബിൻ പോരാടുന്നത് നമുക്ക് കാണാനാവുന്നതാണ്. ഈ തക്കം നോക്കി അയാൾ ഒരു കത്തി തിരയുകയാണ്. പൂർണ്ണമായും മയക്കത്തിൽ നിന്ന് ഉണരാത്തതിനാൽ ജൂൺവുവിന് വേണ്ടത്ര ശക്തി കിട്ടുന്നില്ല. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് കയർ നഷ്ടപ്പെടുകയാണ്. വാതിൽ തുറക്കാൻ ജൂൺവു ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ അവനെ തള്ളിമാറ്റുന്നു. റൂമിനകത്ത് യൂബിൻ ഒരു പുതപ്പ് ഉപയോഗിച്ച് സോംബിയുടെ മുഖം മൂടുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും അകത്ത് നിന്ന് ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ പേടിച്ച് അയാൾ പോയി വാതിൽ തുറക്കുന്നു. പെട്ടെന്ന് യൂബിൻ സോംബിയെ അയാളുടെ മുന്നിലേക്ക് തള്ളിയിടുന്നു. സോംബി അയാളെ കടിക്കുന്നു. പക്ഷേ അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ഭാര്യയെ ചേർത്ത് പിടിക്കുന്നു. സോംബികളായ രണ്ടുപേരെയും തങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപ് യൂബിൻ അവരെ വെടിവെച്ച് കൊല്ലുകയാണ്. എന്നാൽ വെടിവെച്ച് കേട്ടപ്പോൾ തെരുവിലുള്ള സോംബികളുടെ എല്ലാം ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്നു.